മറ്റൊരു കാര്യം ഞാൻ ആദിൽ പാലോടിന് ചോദിക്കാം. ഞാൻ ഈ ആദിൽ പാലോട് അല്പസമയം മുമ്പ് നമ്മുടെ ആനന്ദ് ബോസുമായി സംസാരിച്ചത് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അതൊന്ന് കേട്ടതിന് ശേഷം ഞാൻ ആദിൽ പാലോടിലൂടെ തിരിച്ചു വരാം. കാരണം കൊൽക്കത്തയിൽ ഒരുപാട് രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുകയാണ്. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ബംഗാളിൽ രാഷ്ട്രപതി ഭരണം സ്ഥാപിക്കപ്പെടുമോ എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും ബംഗാളിലെ സ്ഥിതി അത്ര ശുഭസൂചകമല്ല, അത്ര സ്വസ്ഥവുമല്ല. എന്തായാലും ബംഗാളിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ കേന്ദ്രത്തെ ധരിപ്പിക്കാൻ ഗവർണർ CB ആനന്ദ് ബോസ് ദില്ലിയിലെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില രാഷ്ട്രപതിയെയും ആഭ്യന്തര മന്ത്രാലയത്തെയും അറിയിക്കും. ഭരണഘടനാപരമായ അധികാരം ഉപയോഗിക്കുമെന്നും നിയമപരമായി ചെയ്യാനാവുന്നതെല്ലാം ചെയ്യുമെന്നും ഗവർണർ CB ആനന്ദ് ബോസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. യുവഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തെ തുടർന്ന് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കാമെന്നും സൂചനകളുണ്ട്. ആനന്ദ് ബോസിനെ ഒന്ന് കേട്ട് ആദിൽ പാലോടിലേക്ക് വരാം. കൊൽക്കത്ത RG-കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രതിഷേധം അതൊരു പ്രക്ഷോഭമായി കൊൽക്കത്തയാകെ ബംഗാളാകെ വ്യാപിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. ഇപ്പോൾ ബംഗാൾ ഗവർണർ ഡോക്ടർ CB ആനന്ദ് ബോസ് സാർ റിപ്പോർട്ടിനോടൊപ്പം ചേരുന്നു. ബംഗാൾ ഒരു പ്രക്ഷോഭത്തിലേക്ക് മാറിയിരിക്കുന്നു. ആളുകളെ നിയന്ത്രിക്കാൻ, സമരക്കാരെ നിയന്ത്രിക്കാൻ പോലീസിനാകാത്ത സ്ഥിതി. എങ്ങനെയാണ് ഈ ഭരണത്തലവൻ എന്ന നിലയിൽ ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്? ബംഗാൾ സമൂഹം ഇങ്ങനെ അധപ്പതിക്കാൻ പാടില്ല. സ്ത്രീകളോട് ക്രൂരത കാട്ടുക മാത്രമല്ല, ക്രൂരത കാട്ടിയവരെ ന്യായീകരിക്കുന്ന രീതിയിൽ ഗവൺമെന്റ് പെരുമാറുന്നു. അത് ജനങ്ങളെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഭരണഘടനാപരമായി, നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഇക്കാര്യത്തിൽ ചെയ്തിരിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണാൻ അങ്ങ് സമയം തേടിയിരിക്കുകയാണ്. ഇത് വലിയൊരു പ്രശ്നമായി, രാജ്യത്തിന്റെ തന്നെ പ്രശ്നമായി മാറുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ആഭ്യന്തര മന്ത്രാലയം നിരീക്ഷണത്തിന് നിർദ്ദേശിക്കുന്നുണ്ട്, റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ നിലയിൽ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ആഭ്യന്തര മന്ത്രാലയം കൂടി ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ രാജ്യത്തെ ക്രമസമാധാനം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതേതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രം പോരാ, ഇന്ത്യയിൽ ആകമാനം വേണം. വളരെ ശ്രദ്ധമായിട്ട് തന്നെ ആഭ്യന്തര വകുപ്പ് ഇക്കാര്യം നോക്കുന്നുണ്ട്. ഒരു ഗവർണർ എന്ന നിലയ്ക്ക് അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കേണ്ട രീതിയിൽ അറിയിക്കുക എന്നത് എന്റെ ചുമതലയാണ്. ആ ചുമതലയുടെ ഭാഗമായിട്ടാണ് ഇവരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത്. ഈ കൊൽക്കത്തയാകെ ഇളകിയിരിക്കുന്നു. ബംഗാളിൽ അടുത്തൊരു കലാപമായി മാറുന്ന സാഹചര്യമുണ്ട്. സുപ്രീം കോടതി ഇടപെടുകയും ആഭ്യന്തര മന്ത്രാലയത്തിന് പിന്നീട് രാഷ്ട്രപതിക്കും ഈ കാര്യത്തിൽ ഈ ഭരണം തുടർന്ന് കൊണ്ടുപോകേണ്ട കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ അങ്ങ് എങ്ങനെയാണ് കാണുന്നത് അതിനെ? അങ്ങക്ക് അതിൽ കൃത്യമായൊരു പദ്ധതിയുണ്ടോ? ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു ഗവർണർ എന്ന നിലയ്ക്ക് ഞാൻ എടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് ആ തീരുമാനമെന്ന് ഇപ്പോൾ പറയുന്നില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്ന രീതിയിൽ മാത്രമായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. ഉറച്ച തീരുമാനങ്ങൾ എടുക്കും, വളരെ പെട്ടെന്ന് തന്നെ എടുക്കും. നിർണായകമായ ഒരു തീരുമാനം വരാനുണ്ട്. ഇതുപോലൊരു പ്രശ്നത്തിന് നിർണായകം എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം. അതാണ് പ്രശ്നം. പരിഹാരം കണ്ടെത്താൻ കഴിയും. അതിനാവശ്യമായ തീരുമാനങ്ങൾ എല്ലാവരും ചേർന്ന് ഉടൻ എടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് രാഷ്ട്രപതിയാണ് ഇക്കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക, ഭരണ സംവിധാനത്തെ എങ്ങനെ ഏറ്റെടുക്കണം എന്നത് സംബന്ധിച്ച്. അതിൽ ഗവർണറെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു റോൾ ഉണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് അങ്ങക്കിപ്പോൾ തോന്നുന്നതനുസരിച്ച് ആ രൂപത്തിലേക്ക്, രാഷ്ട്രപതി ഭരണത്തിലേക്കൊക്കെ പോകേണ്ട ഒരു സാഹചര്യം, കലാപം, അന്തരീക്ഷം ഇവിടെ ഉണ്ട് എന്ന് തന്നെയല്ലേ? ഒരു ഗവർണർ എന്ന നിലയ്ക്ക് രാഷ്ട്രപതി എന്ത് തീരുമാനിക്കണം എന്നൊരു സൂചന നൽകുന്നത് ശരിയല്ല. രാഷ്ട്രപതി എടുക്കുന്ന തീരുമാനം എന്തെന്ന് രാഷ്ട്രപതിക്ക് വിടുക. പക്ഷെ അങ്ങേക്ക് ശുപാർശ എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. ഈ മമതാ ബാനർജി സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭമുണ്ട്. കൃത്യമായി ആദ്യം തന്നെ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി. ഒപ്പം മാതാപിതാക്കൾ തന്നെ സർക്കാരിനെതിരെ രംഗത്ത് വരികയാണ്. അതിനെങ്ങനെയാണ് കാണുന്നത്? അതിനെങ്ങനെയാണ് ജനങ്ങൾ കാണുന്നത് എന്നുള്ളത് തെരുവിൽ നാം കണ്ടു കഴിഞ്ഞ കാര്യമാണ്. തെരുവിൽ കണ്ടതിനെ എങ്ങനെ ഞാൻ വിലയിരുത്തുന്നു എന്നുള്ളത് ഒരു ഗവർണർ എന്ന നിലയ്ക്ക് ഞാൻ വിലയിരുത്തി കഴിഞ്ഞു. അതെന്താണ് എന്ന് വഴിയെ വ്യക്തമായിക്കൊള്ളും. ഏതായാലും ഈ കാര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കുന്നു. നിർണായകമായൊരു തീരുമാനം വരാനിരിക്കുന്നു. അത് ഒരു സൂചന കൂടിയാണ്. എന്തെന്ന് ഗവർണർ വ്യക്തമാക്കുന്നില്ലെങ്കിൽ കൂടി കൃത്യമായൊരു പദ്ധതി ഗവർണറുടെ പക്കലുണ്ട് എന്നത് വ്യക്തമാണ്. CB ആനന്ദ് ബോസ് സാറാണ് റിപ്പോർട്ടർ TVക്ക് ഒപ്പം ചേർന്നത്. വളരെ നിർണായകമായൊരു വിവരമാണ് സാർ പങ്കുവയ്ക്കുകയും ചെയ്തത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, കൊൽക്കത്ത.
ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് കടക്കും എന്ന ആദിൽ പാലോടിനോട് CV ആനന്ദബോസ് പറഞ്ഞത് എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 355 പ്രകാരം ഒരു സംസ്ഥാനത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ സംവിധാനവും ഭരണഘടനാപരമായ ഒരു ഭരണ സംവിധാനവും പരാജയപ്പെട്ടുവെന്ന് ഗവർണർക്ക് ബോധ്യപ്പെട്ടാൽ ആർട്ടിക്കിൾ 386 അനുസരിച്ച് ആ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെടുന്നതിന് വേണ്ടി റിപ്പോർട്ട് സമർപ്പിക്കാം ഗവർണർക്ക്. ആ ഗവർണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി, അതായത് ആഭ്യന്തര വകുപ്പാണ് യഥാർത്ഥത്തിൽ തീരുമാനമെടുക്കുക. അതുകൊണ്ടാണ് ഇന്നലെ അമിത്ഷായെ കണ്ടത്. അങ്ങനെ അമിത്ഷായെ കണ്ട് ആഭ്യന്തര വകുപ്പ് ശരി, ലോ ആൻഡ് ഓർഡറും ഭരണഘടനാപരമായ സംവിധാനവും വെസ്റ്റ് ബംഗാളിൽ പരാജയപ്പെട്ടുവെന്ന് ബോധ്യപ്പെട്ടാൽ ആർട്ടിക്കിൾ 356 അനുസരിച്ച് ആ സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം ഭരണം രാഷ്ട്രപതിക്ക് ഏറ്റെടുക്കാം. കേരളത്തിലെ അടക്കം 1957 സർക്കാരിനെ 59 പിരിച്ചുവിടാൻ വേണ്ടി ഉപയോഗിച്ചതും ഇതേ ആർട്ടിക്കിൾ 356 100ലേറെ തവണ ദുരുപയോഗം ചെയ്തതാണ് ഈ ആർട്ടിക്കിൾ എന്നതും ശ്രദ്ധേയമാണ്. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. ആദിൽ പാലോട്, അപ്പോൾ CV ആനന്ദബോസ് നൽകുന്ന സൂചന രാഷ്ട്രപതി ഭരണത്തിനുള്ളൊരു റെക്കമെൻഡേഷൻ ആർട്ടിക്കിൾ 355 പ്രകാരം ഗവർണർ CV ആനന്ദബോസ് രാഷ്ട്രപതിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് അല്ലേ, അല്ലെങ്കിൽ കൊടുക്കാൻ പോകുന്നുവെന്നാണ്? അങ്ങനെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. കാരണം നിർണായകമായ ഭരണ സംവിധാനം ഈ രൂപത്തിൽ വീഴ്ച വന്നിരിക്കെ പ്രശ്നം പരിഹരിക്കാൻ നിർണായകമായ ഒരു തീരുമാനം തന്റെ പക്കലുണ്ടെന്നും അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കും എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നമുക്ക് റിപ്പോർട്ടർ TVക്ക് ഇപ്പോൾ നൽകിയ ഹ്രസ്വാഭിമുഖത്തിൽ പറയുന്നത്. അത് വ്യക്തമാണ്. അല്ലാതെ പ്രത്യേകിച്ച് വേറെന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ശുപാർശകളോ നൽകേണ്ട കാര്യം ഗവർണർക്കില്ല. ആഭ്യന്തര മന്ത്രാലയത്തെയാണ് ആദ്യം കാണാൻ ഗവർണർ സമയം തേടിയത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാൻ സമയം തേടിയിരുന്നു. പിന്നാലെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ കാണാൻ സമയം ഇപ്പോൾ അറിയുന്ന വിവരമനുസരിച്ച് പ്രധാനമന്ത്രിയെ കൂടി ഗവർണർ കണ്ടേക്കും, CV ആനന്ദബോസ് കണ്ടേക്കുമെന്നാണ് ഒടുവിൽ വരുന്ന വിവരം. ആ നിലയിൽ ഇതിന്റെ കൂടുതൽ ചർച്ചകൾക്കായാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയത് എന്ന് മനസ്സിലാക്കുന്നു. ഇതെങ്ങനെയൊക്കെ പ്രയോഗിക്കാനാകും, എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ളതാണ് പ്രധാനമായും ചർച്ച ചെയ്യുക. ഇതിന്റെ നിയമവശങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തു എന്ന് ഇതിനോടകം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മമതാ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു തീരുമാനം പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അരുൺ പറഞ്ഞതുപോലെ രാഷ്ട്രപതിക്കോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നാൽ ആദ്യത്തെ ശുപാർശ വരേണ്ടത് ഗവർണറുടെ ഭാഗത്ത് നിന്നാണ്. ഈ സംസ്ഥാനത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഭരണത്തലവൻ എന്ന നിലയിൽ ഗവർണർക്ക് അതിൽ നിർണായകമായ ഒരു റോളുണ്ട്. ആ റോൾ താൻ പ്രയോഗിക്കുമെന്ന് പറയുമ്പോൾ ഇനി എന്തുണ്ടാകുമെന്ന ചോദ്യം അവശേഷിക്കുന്നു. ഇന്ന് നടക്കുന്ന യോഗങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചകളിൽ അതിനൊരു ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും താൻ തന്റെ ഭരണഘടനാപരമായ അധികാരങ്ങളും അവകാശങ്ങളും നിറവേറ്റുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് CV ആനന്ദബോസ് ഈ ഘട്ടത്തിൽ ആദിൽ പാലോട് നിർണായക വിവരങ്ങളാണ് ആദിൽ പാലോട് കൊൽക്കത്തയിൽ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദിൽ പാലോട്, കൊൽക്കത്തയിൽ തന്നെ തുടരുക. നമുക്ക് ആ വിഷയത്തിൽ ഒരു ഘട്ടം എത്തിയതിനു ശേഷം മാത്രമേ കൊൽക്കത്തയിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കൂ. ഇപ്പോൾ ആദിലിന് അവിടെ ഒരുപാട് മലയാളി സുഹൃത്തുക്കളെയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടാവും. അവിടെ വന്ന് പഠിക്കുന്ന RG കർ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരുപാട് മലയാളി സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. പൊതുവെ കാലാവസ്ഥ എങ്ങനെയുണ്ട് കൊൽക്കത്തയിൽ ഇപ്പോൾ ആദിൽ പാലോട്? ഞാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയ കാലാവസ്ഥയല്ല, അത് കലുഷിതമാണ്. അല്ലാത്തൊരു കാലാവസ്ഥ എന്താണ് അവസ്ഥ ഇപ്പോൾ കൊൽക്കത്തയിൽ? കനത്ത മഴയാണ്. കനത്ത മഴ എന്നുള്ളത് വൈകുന്നേരങ്ങളിലൊക്കെ കനത്ത മഴയാണ്. കഴിഞ്ഞ ദിവസം സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് നമ്മൾ ലൈവ് കൊടുക്കുമ്പോൾ അത് കനത്ത മഴ, അത് നമ്മൾ പറയുന്ന പെരുമഴ പെയ്യുകയായിരുന്നു. പക്ഷേ ആ പെരുമഴയെപ്പോലും കവച്ചു വെച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് കൽക്കത്തയിൽ നടക്കുന്നത്. നമ്മുടെ മനസ്സും ആ നിലയിലേക്ക് പാകപ്പെട്ടു. കാരണം ഒരു ഇരയ്ക്ക് വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ഒരു വലിയ മാഫിയ അല്ലെങ്കിൽ വലിയൊരു സംഘം അധികാരത്തോട് ചേർന്ന് നിൽക്കുന്നവർ രക്ഷപ്പെട്ടു പോകുമോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സമരങ്ങളിലൊക്കെ കാണുകയാണ്. ചെറിയ പ്രായമുള്ള കുട്ടികൾ ഉൾപ്പെടെ 65, 75, 80 പ്രായമുള്ള വയോധികമാരടക്കമുള്ളവരാണ് തെരുവിൽ നിന്ന് നീതി വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് കാണുമ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ആവേശത്തിലേക്ക് നമ്മളും ഇഴകിച്ചേർന്നു. പക്ഷേ കനത്ത മഴയാണ് ഇപ്പോഴിവിടുത്തെ കാലാവസ്ഥ. ഇടയ്ക്ക് ചെറിയ വെയിൽ കിട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ. മിതശീതോഷ്ണം എന്നൊക്കെ നമുക്ക് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് സമാനമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ കൊൽക്കത്തയിലുള്ളത്. ഓക്കെ, താങ്ക് യു ആദിൽ പാലോട്. ആദിൽ നിൽക്കുന്ന കൽക്കത്ത യഥാർത്ഥത്തിൽ ദുർഗാഷ്ടമിക്ക് വേണ്ടി ഇനിയിപ്പോൾ ഒരുങ്ങാൻ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ദുർഗാഷ്ടമിക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് വീട്ടുകാരുമായി ആലോചിച്ച് ആരെയൊക്കെ ക്ഷണിക്കണം, ഏത് രീതിയിലാവണം എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഈ പെൺകുട്ടി വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നു അത്രേ. ആ അമ്മ വന്ന് പറയുന്നത് ദുർഗാഷ്ടമിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ മോള് പറഞ്ഞിരുന്നത് എന്നാണ് ഈ അമ്മ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ദുർഗാഷ്ടമി വരാൻ പോകുന്നു. ഒരു മാസം കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ആഘോഷങ്ങളിലേക്ക് കൊൽക്കത്ത നഗരം പോകും. വലിയ ആഘോഷമാണ് കൊൽക്കത്തയിലുള്ളത്. ആ സമയങ്ങൾ നവരാത്രിയൊക്കെ വലിയ രീതിയിലാണ് കൊൽക്കത്തയെ ആഘോഷിക്കുന്നത്. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ കാളി ക്ഷേത്രത്തിലൊക്കെ. ഒരു പ്രേക്ഷകൻ എഴുതുന്നു, മാത്യുവും RDX ഒക്കെ പറയുന്നു, ഈ ആനന്ദബോസും ഒരു കേസ് നേരിടുന്ന കക്ഷിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്.
കേസ് നേരിടുന്ന കക്ഷിയാണ് കേട്ടോ. അത്രയും പറഞ്ഞ് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. കാരണം ആ കേസ് വലിയ രാഷ്ട്രീയ വിഷയമായിരുന്നു. അത് ഈ രാജ്ഭവനിലുള്ള ഒരു സ്ത്രീയെ ഒരു വേലക്കാരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അന്ന് സംസ്ഥാന സർക്കാർ CV അനന്തബോസിനെതിരെ ഉയർത്തിയത്. CV അനന്തബോസ് അതിനെ രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാടെടുത്താണ് പ്രതിരോധിച്ചതും. ആ വിഷയം അവിടെ കിടപ്പുണ്ട്. പ്രേക്ഷകർ ഓർമ്മിപ്പിച്ചപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം.